എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയിൽ സിക്കിമും മേഘാലയൊക്കെ കറങ്ങിയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പം ഒറീസയിലാണുള്ളത്. ഒറീസ എന്നുള്ളത് പഴയ പേരതാമി, ഇപ്പൊ ഒഡീഷ. ഞാനാണല്ലോ ഒറീസ എന്ന് പറഞ്ഞത്. ശരിയാ. പുത്തൻ ട്രാവലിന്റെ സിക്കിം മേഘാലയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിക്കിം മേഘാലയ കാഴ്ചകളിലേക്കെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അത് കാഴ്ചകളൊക്കെ കഴിഞ്ഞു. കാഴ്ചകൾ കഴിഞ്ഞു, തിരിച്ച് നാട്ടിൽ പോവാ. അതെ. അപ്പൊ നമ്മുടെ കൂടെ 66 ഉണ്ട്. 66 തൊട്ട് മുന്നിൽ പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് എല്ലാം. ഇതാരാ ഇത്? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മനസ്സിലായില്ലോ. ആരാ ഇത്? പേരെന്നാ? ദശാന്നാണോ പേര്? ഓ, അടിപൊളി കണ്ണാടിയാണല്ലോ. മുച്ചേച്ചയുടെ ആണോ? ഓ, ഇവിടെ 50 ലിറ്റർ വെച്ച് ഡീസൽ കിട്ടുന്നുള്ളൂ. നമുക്ക് ഈ പമ്പിൽ നിന്ന് കുറച്ച് ഡീസൽ അടിച്ചിട്ടോ അടിച്ചേക്കാം. പുറകിന്ന് 50 ലിറ്ററേ കിട്ടിയുള്ളൂ. അത് കാരവനും 50 കിട്ടിയുള്ളൂ, ലോറിക്കും 50 കിട്ടിയുള്ളൂ. 50 എന്നല്ല, 5000 രൂപയ്ക്ക്. അതെ. ഡീസൽ അടിക്കുക അല്ലേ? ആണോ? നമുക്ക് ഇച്ചിരി ഡീസൽ അടിച്ചേക്കാം. സ്വാഗതം. ഇനി ഡ്രസ് മാറാൻ പോകട്ടോ. മിനിറ്റിന് ഇടയ്ക്ക് ഡ്രസ് മാറാൻ പോന്നെ. ഇപ്പൊ 66 അടിച്ചു. ഇവിടെ ഡീസൽ കുറച്ചേ ഉള്ളൂ, 50 ലിറ്റർ വെച്ചേ കിട്ടുന്നുള്ളൂ. രാമക്കുട്ടിയതേ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നല്ലോ, പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. താങ്ക് യു. ക്യൂട്ടായിട്ടുണ്ടെന്ന്. എന്നാ പിന്നെ നമുക്കിനി 66 അങ്ങ് പോയേക്കാം. കയറിക്കോ. ഓ, ഭയങ്കര ആവിയാ. ഒരേസിയൊന്നും പോരെ, ഇപ്പൊ 2 AC വേണം. അവരുടെ കൂടെ വന്ന ചെറിയ കൊച്ചില്ലേ, പെങ്കൊച്ച്, അത് നാഷണൽ യോഗ ചാമ്പ്യൻ ആണെന്ന് പറയുന്നത്. വലിയ കൊച്ചാണോ? ഒത്തിരി വലിയ കൊച്ചല്ലല്ലോ അത്. മെഡിക്കൽ ചേച്ചിയാണല്ലോ അത്. അപ്പൊ അവിടുന്ന് 50 ലിറ്റർ 66 കിട്ടി. നമുക്ക് ഒരു ഇത് ഫുള്ള് ചെയ്തെന്ന് പറഞ്ഞാൽ 70 സംതിങ് അങ്ങോട്ട് കൊണ്ടു. 50,000 തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾ കേരളത്തിൽ പോകാനുള്ളതെന്നൊക്കെ പറഞ്ഞു. പിന്നെ തന്നു. ആ വണ്ടിക്കോട്ട് കിട്ടിയില്ല. ഇനിയിപ്പോ അടുത്ത പമ്പിലും കയറണം. എത്ര 50 അടിച്ചാലും അതിന്റെ ടാങ്ക് പറയുന്നത്. അതെ. അല്ല, അത് എന്നാ 6-7 ദിവസമായിട്ട് ചെറിയ ഷോർട്ട് കണ്ടെന്ന് അവര് പറഞ്ഞു. പമ്പിൽ കയറാം. അതുകൊണ്ട് ഒരു കാറ് കിടക്കുന്നത്. ഓ, ഇടിച്ചിട്ട് കത്തി കേട്ടോ. ഉണക്കമീൻ വേണോ? ഉണക്കമീൻ വേണ്ട. പച്ചമീൻ മേടിക്കാന്ന്. ഉമ്മ ജംഗ്ഷൻ. ഇപ്രാവശ്യം നമ്മളെ വെക്കേഷൻ ടൂർ പോയപ്പോൾ നമ്മുടെ 66-നെയും കൂടെ കൂട്ടിയിട്ടാണ് പോയത്. അല്ല, മിക്കവാറും നമ്മൾ പോകുമ്പോൾ കാരവനുമായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ 66-ആയിട്ട് മേഘാലയയിൽ പോയി. മേഘാലയ ചെന്ന് 66 ലോഡൊക്കെ ഇറക്കിയിട്ട് പോയല്ലോ. മേഘാലയ പോയല്ലോ. നമ്മൾ ആദ്യം മേഘാലയക്കല്ലേ പോയത്. അവിടുത്തെ കാര ഭാഷയല്ലേ നാമിൻകുട്ടി പഠിച്ചത്. അപ്പോൾ 66 അവിടെ ഇട്ടിട്ട് നമ്മൾ കറങ്ങാൻ പോയി. അപ്പോൾ നമ്മൾ കറങ്ങാൻ പോയിട്ട് വന്നപ്പോഴത്തേനും 66-നും ലോഡായി. പിന്നെ തിരിച്ച് നമ്മൾ ഒന്നിച്ചായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര. ലഡാക്ക് വിട്ടിട്ടില്ല ഇതുവരെ. ലഡാക്ക് വിട്ടൊരു കേസും ഇല്ല ഞങ്ങക്ക്. അതിനാച്ചാ അവിടെ മഞ്ഞ് ഏറ്റവും കൂടുതൽ കിട്ടിയ വരാൻ വേണ്ടിട്ട്. നേപ്പാള് പോയി, ഭൂട്ടാൻ പോയി, സിക്കിം പോയി, പിന്നെ മേഘാലയ പോയി. ഗാരോ ഭാഷ പഠിച്ചു. അതൊന്ന് പറഞ്ഞേ. കണ്ടോ, ചേച്ചോട്ടി പോലും പഠിച്ചില്ല. ആരും പഠിച്ചില്ല, സ്വാമി മാത്രമേ പഠിച്ചുള്ളൂ. അപ്പോഴേ നമ്മൾക്ക് മീൻ മേടിക്കണമെങ്കിൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം മാർക്കറ്റിൽ പോകണം കേട്ടോ. ഓ, ആകാശാണോ ഡ്രൈവ് ചെയ്യുന്നേ?
ആകാശരിയും രാജേഷ് അല്ല അച്ഛൻ ഇപ്പറ അച്ഛയുടെ ഇരിപ്പുണ്ട്. റെസ്റ്റ് എടുക്കേ. ഇപ്പറ ഇരിപ്പുണ്ട്. അവർ വഴി നിക്കണം വഴി നിക്കണം. ജസ്റ്റ് എടുത്ത വഴി നിക്കണമെന്നോ? എന്തിന്? അപ്പൊ മണ്ടി കൊണ്ടേ വണ്ടി കൊണ്ടുവരാനോ? ഗഞ്ചം, ബരപ്പള്ളി, ഋഷികുല്യ റിവർ. നമുക്ക് അവിടെ മുട്ടിക്കുളിച്ചാം. മുങ്ങിക്കുളിക്കാം അല്ലേ? മുക്കിക്കുളിക്കാന്ന്. ഋഷിവിലെ നദിയിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ. ഇവിടെ നിർത്ത്. അല്ലേ മീൻ പിടിക്കാൻ പോകുന്ന വെള്ളമാണെന്ന് തോന്നുന്നു, അതോ മണൽ വാരുന്ന വെള്ളമാണോ? മീൻ പിടിക്കാൻ പോകുന്നതായിരിക്കും. നമുക്ക് അവിടെ കൂച്ചാം. ഇവിടുന്ന് അങ്ങ് ചാടാ അല്ലേ? ഇവിടെ ഇറങ്ങി പോകത്തില്ല, വഴിയില്ല. ഇത് അപ്പൊ എങ്ങനെയാ പോണേ? എങ്ങനെയാ പോകുന്നതെന്ന് വെച്ചാൽ വേറെ വഴിയൊക്കെ കാണുമല്ലേ? കുറേ ദൂരമുണ്ട്. കൊറേ ദൂരം പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങാം. എന്തിനാന്നോ? മുങ്ങി കുളിക്കാന്ന് പറഞ്ഞിട്ട്. മുക്കി കുളിക്കാം. ആ രാമി ഏത് വെള്ളച്ചാട്ടത്തിൽ പോയാ കുളിച്ചത്? ഈ വെള്ളച്ചാട്ടപ്പെട്ട ആഹാ, മേഘാലയ പോയല്ലേ മുങ്ങി കുളിച്ചത്? എന്നിട്ട് തണുത്ത് അയ്യോ ഞാനും ചെയ്യില്ല, പോണോന്നും പറഞ്ഞ് കിടന്ന് അറിയാം, വീട്ടിൽ പോണോന്നും പറഞ്ഞ്. ഇതേ നദിയിലെ മീനാട്ടോ ഇത്. അത് മറ്റേ നദിയിലെ മീനാ. നമുക്ക് കടൽ മീൻ കിട്ടുമെന്ന് നോക്കാന്നേ. വേണ്ട, ആ മീൻ അന്ന മതി. മതിയോ? ഗോപാൽപൂർ ബീച്ച്, അഗസ്റ്റി നൗഗാം. ആ വണ്ടിക്ക് എന്ത് പറ്റി? അത് വലിക്കുന്നില്ല. ഒന്നും പറ്റില്ല. ഇവര് ഇവിടെ നിർത്തിയത് അവര് നമ്മൾ വരാൻ വേണ്ടിട്ട് നിർത്തിയതാ. അപ്പൊ ഇനി മീൻ മേടിക്കാൻ പോണ്ടേ? ഞാനും മറന്നു. അന്നേരത്തേനും കുളിച്ചോ വണ്ടിയിൽ കയറി? നോച്ച് പോയി മീൻ മേടിച്ചോണ്ട് വരാൻ. ഞാനും. ഡാമിക്ക് അമ്മ പോയി കഴിഞ്ഞ പിന്നെ അമ്മ കാണണമെന്നൊന്നും തോന്നിയില്ല അല്ലേ? തോന്നുന്നുണ്ടോ? എന്നിട്ട് അമ്മയെ കുറിച്ച് ഒന്നും ചോദിച്ചൊന്നും ഇല്ലല്ലോ ഇതുവരെ? മുമ്പേ കൂടെ എന്നോട് പറഞ്ഞു എനിക്ക് ആന്റിയമ്മേനെ ഇഷ്ടമാണ്. അമ്മയുടെ കാര്യം പോലും ചോദിച്ചില്ല. ഇപ്പൊ എനിക്ക് ആന്റിയമ്മേനെ ഇഷ്ടം, മനസ്സിലായല്ലോ ഇപ്പം. നമുക്കേ ഇവിടെ അച്ഛൻ്റെ അടുത്ത് കയറുകയാണെങ്കിൽ നമുക്ക് വെള്ളം നിറച്ചോണ്ട് പോവാം, പിന്നെ മീനും മേടിക്കാം. നമ്മുടെ അച്ഛൻ്റെ അടുത്ത്. അതാ കൊച്ചു ഓർക്കുന്നത്, ഇത് മനസ്സിലാകുന്നില്ലല്ലേ? ഏതച്ഛനത്? എനിക്കറിയത്തില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരച്ഛന്റെ അടുത്ത് കയറിയില്ലേ, അവിടെ ഒരു ഐസ്ക്രീം ഒക്കെ തന്ന ഒരു ബോബോ ഉണ്ടായിരുന്നിട്ട് കുളിക്കാനൊക്കെ പോയില്ലേ? അവിടെ മുങ്ങി കുളിക്കാനൊന്നുമില്ല. മുങ്ങി കുളിക്കുന്ന കാര്യം മാത്രമേ ഞങ്ങൾ ഓർക്കുള്ളൂ. ഒരു ആപ്പൽ കണ്ടോ എത്ര പേരാ പോന്നെന്ന് നോക്കി. നമ്മള് മീൻ മാർക്കറ്റിൽ ചെല്ലുമ്പോഴത്തേനും സന്ധ്യ ആവൂല്ലോ. രാത്രി ആകത്തില്ലേ? കുറച്ചേരം കിടന്നുറങ്ങാവോ? ചേച്ചൂട്ടി കിടന്നുറങ്ങുന്നു. സീറ്റ് ഇത്രയും സീറ്റ് ഉള്ളിടത്ത് പോരെ കിടക്കാൻ? ഇച്ചിരി ഇട പോരെ? എനിക്ക് മൊത്തം ഇട വേണമെന്ന്. ഒഡീഷ പോലീസ്. ഇതാണോ നമ്മുടെ ലോറി? നമ്മുടെ ലോറി അല്ലേ നമ്മളീ പോകുന്നത്? ഇത് ലോലോ അല്ലേ? ലോലോ ഒക്കെ മാറി ലോറി എന്നൊക്കെ പറയാറായി. ലോറി അല്ല, ലോറി. ലോഡി. ട്രക്ക്. ഇച്ചാപുരം 40 കിലോമീറ്റർ, പലാസ 94, പെരമ്പൂർ 20. അപ്പൊ നമ്മൾ ഒഡീഷ ഓടി തീരാറായി കേട്ടോ. നോക്കി ഒരു കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ പൂവ്.
അപ്പോൾ നമ്മൾ റോയി അച്ഛൻ്റെ അടുത്തെത്തി. പക്ഷേ അച്ഛൻ ഇവിടെ ഇല്ല. ഇവിടെ ആരും ഇല്ല. നമുക്ക് വെള്ളമൊക്കെ നിറച്ച് വേണം വണ്ടിയൊക്കെ ഒന്ന് വരാം. പിന്നെ മീനും പോയി മേടിച്ചോണ്ട് വരാം. കുളിക്കേണ്ടവർക്കൊക്കെ കയറി കുളിക്കാം. കുഞ്ഞിക്കളിയും വരുവാണോ? ഞങ്ങളുടെ കൂടെ വരുവാണോ? കുഞ്ഞിക്കിളിയും ദാമിക്കുട്ടിയും മൊത്തം എല്ലാം റെഡി ആയിട്ടിരിക്കുക ഇപ്പം. ആണോ? മാക്സ് പേര് മറന്നുപോയി. മാക്സ് അല്ല, മാക്സ് കാഠ്മണ്ഡുവിലല്ലേ? ഇതിന്റെ പേര് മാക്സ് തന്നെ അല്ലായിരുന്നു? അന്ന് അച്ഛൻ അങ്ങനല്ലേ പറഞ്ഞേ? ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതേ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് കഴുകുകയും കൂടെ ചെയ്യാം. മൊത്തം ചെളിയല്ലേ. ഇവര് വണ്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് പോയി മീൻ മേടിച്ചോണ്ട് വരാം. ഇരുട്ടും. സമയം 5 മണി 5:15. വണ്ടി കയറിക്കോ. മീൻ മേടിക്കാനായിട്ട് കുഞ്ഞിക്കിളിയും ദാമിക്കുട്ടിയും കൂടെ വരുന്നുണ്ട്. ഇവിടെ നിന്നോളാൻ പറഞ്ഞാ സമ്മതിക്കല്ല. മുത്തു അച്ഛമ്മയൊക്കെ കുളിക്കാൻ പോവാ. ദാമി കുളിച്ച് റെഡിയായി ഇവിടെ നിന്നാ മതി. എന്നാ വേണ്ട. കയറിക്കോ. അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ സാരഥി ഡൊമിനിക്. തെലങ്കാനക്കാ. ഞാനോർത്ത് ഇവിടെ ഉള്ള ആളാന്ന് ഓർത്തെ. തെലങ്കാനയിലുള്ള ആളാണ്. അതെ ഇവിടുത്തെ മാർക്കറ്റാ. 2 സൈഡും പച്ചക്കറിയാ മെയിനായിട്ടും. പച്ചക്കറിയാ കൂടുതലും. ഇവിടെ ഇറങ്ങാനേ ഒരു പ്രത്യേക കാരണമുണ്ട്. അതെ, ഇങ്ങോട്ട് നോക്ക്. ചക്ക ഇരിക്കുന്ന കാണുമ്പോഴത്തേനും ചില വണ്ടി ചവിട്ടി എന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, ഇതൊന്ന് കാണാൻ വേണ്ടി വന്ന അല്ലേ? അതെ, ഇത് ഇവിടുത്തെ ചക്ക കേട്ടോ. ലോക്കൽ ചക്ക ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡ് പോലെ ഇതുണ്ടോ? ഇതെല്ലാം മാർക്കറ്റാ. ഈ കടയൊന്നും തുറന്നിട്ടില്ല. അപ്പുറമൊക്കെ ഉണ്ട് കുറച്ചൊന്നും. ഇവിടെ ഇത് എനിക്ക് തോന്നുന്ന സ്റ്റാളായിട്ടേ സർക്കാർ ലേലം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നല്ല. ഇത് അല്ലാതെ കുറേ ഷെഡുകളും ഉണ്ട്. പച്ചക്കറി വല്ലതും വേണോ? പച്ചക്കറി കാര്യം ഇനിയിപ്പോ ഒന്നും ഇരിപ്പില്ല. കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം. കുക്കിംഗ് ഇനിയിപ്പോൾ ഒറ്റ ദിവസം 1-2 ദിവസം കുക്ക് ചെയ്താൽ മതി. എന്നുവെച്ചിപ്പം മീൻ മേടിക്കാനല്ലേ പോകുന്നേ? അതെ. ആ മീൻ കറിയിൽ അങ്ങ് ചെല്ലും നാട്ടിൽ. പിന്നെ വഴിക്കുന്ന കടയിൽ നിന്ന് കഴിക്കാം. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു. സൈക്കിൾ റിക്ഷ റോഡ് കൊണ്ടുവന്നേ. വൈകുന്നേരം ആയതുകൊണ്ടേ ഹാർബറിൽ ചെന്ന മീൻ കാണുകയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് മാർക്കറ്റിൽ വന്നതാണ്. ഇത് വട്ടമത്തി അല്ലേ? മുള്ള. പിന്നെ ഇത് മറ്റേ വളർത്തു മീൻ. ഇതൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. കടൽ മീൻ വളരെ കുറവാണ്. ഇതേ ശകലം ചെമ്മീനുണ്ട്. മീൻ കിട്ടിയില്ല. എന്നാ പിന്നെ കുറച്ച് പാവയ്ക്ക മേടിച്ചുണ്ട്. ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ കാണുന്ന പാവയ്ക്കയാ. ഇവിടെ ഹാർബറുണ്ട്. ഹാർബറിൽ രാവിലെ വന്നിരുന്നെങ്കിൽ മീൻ കിട്ടിയാനെ. ഇനി ഒരു മാർക്കറ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ അങ്ങോട്ട് നോക്കാം. ഇവിടെ അതുകൂട്ട് മീനൊക്കെ ഉള്ളു കേട്ടോ. ഇവിടെയും കുളത്തിലെ മീനേ ഉള്ളൂ, കടലിലേ ഇല്ല. ചെമ്മീനുണ്ട്. ഈ കുളത്തിലെ മീൻ നല്ല മീനുണ്ട് കേട്ടോ. കണ്ടോ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കടൽ മീൻ നോക്കിയല്ലേ വന്നേ. ചെമ്മീനുണ്ട്. ഇത് ചിലിക്ക ലേക്കിലെയാന്നാ പറഞ്ഞേ. നമുക്കൊന്ന് മേടിച്ച് നോക്കാം അല്ലേ? മീനാ മേടിക്കുന്നേ. ഇത് വേണോ? ഇവിടെ കടൽ മീൻ കിട്ടിയില്ല. കുറച്ച് നമുക്ക് ചിൽക്ക ലേക്കിലെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മേടിക്കാം. പച്ചക്കറിയൊക്കെ നല്ല പച്ചക്കറിയാണ്. നല്ല പച്ചപ്പയറൊക്കെ ഇരിപ്പുണ്ട്. പച്ചപ്പയർ. ഇതൊരു പച്ചക്കറി മാർക്കറ്റാ. ഇവിടുത്തെ മാങ്ങ കേട്ടോ, നല്ല വലിപ്പമുള്ള മാങ്ങ. മാമ്പഴത്തിന്റെ സീസണാ ഇപ്പം. അതെ, അയല കുറച്ച് അച്ഛൻ മേടിച്ച് വെച്ച ഇരിപ്പുണ്ട്. ഇവിടെ അയലെന്ന് തന്നെ അയലേക്ക് പറയുന്നതെന്ന്. ഞാൻ ബാങ്കടാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അയല ഇരിപ്പുണ്ട്, കുറച്ച് തന്നുവിടാ. ഓ, തെലുങ്ക് മൈക്കാ പോലത്തെ കനുഗുർദ. അപ്പൊ അയലയും ബാങ്കടയൊക്കെയാ പറയാൻ എളുപ്പം, ഓർത്തിരിക്കാനും എളുപ്പം. രാമക്കുട്ടി, ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? കടൽ തീരത്തോട്ടാ പോകുന്നത്, ബീച്ചിലേക്കാ പോകുന്നത് കേട്ടോ. മീൻ പിടിക്കുവോ? അതെങ്ങനെ? ബീച്ചിൽ മീൻ പിടിക്കുവോ? എങ്ങനെ മീൻ പിടിക്കും? ഓ, എന്നെ തോളയിട്ട് ഞാൻ മീൻ ചാടി വരുമ്പോൾ ഞാൻ എടുക്കുന്നോ? വലയിട്ട് പിടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? ആഹാ. അതെ, നമ്മള് കടൽ തീരത്തേക്ക് അടുത്തു. കടൽ തീരത്തോട്ടുള്ള എൻട്രി ആണോ ഇത്? അതെ, ഗോപാൽപൂർ ബീച്ച് ഫെസ്റ്റിവലാ. അതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് പണിതേക്കുന്ന കമാനമാണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം മീൻ പിടിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് സൈഡിലെ ഭിത്തിയിലൊക്കെ വരച്ചു വെച്ചേക്കുന്നത്. അതെ, ബീച്ചിലേക്ക് എത്തി. അങ്ങോട്ട് നോക്കി താമക്കുട്ടി. കടലുണ്ടോ? അർജിപ്പള്ളി സീ ബീച്ച്. നാമേ കടലിൽ ചാടണോ? അയ്യോ, ഇവിടെ ചാടാൻ പറ്റിയല്ല.
ഇവിടെ തിരയുള്ളതാ, ആളിറങ്ങാൻ പറ്റുന്ന ബീച്ചല്ല. ഒഴുകിപ്പോ ചുമ്മാ പറഞ്ഞാണോ? ആഹാ, ചുമ്മാ പറയാനും അറിയാല്ലേ. ഇത് മീൻപിടുത്തക്കാരുടെ ബോട്ടാ. നമ്മളിത് ഹാർബറിലെത്തി. ബോട്ട് വേണോ? ബോട്ട് വേണോ രാമൻകുട്ടി? ഇതെല്ലാം മീൻ കയറ്റാൻ വേണ്ടി വന്നേക്കുന്ന വണ്ടികളാണ്. മീൻ വരുന്നതനുസരിച്ചിട്ടേ ഇതിനൊക്കെ ലോഡാവുള്ളൂ. അതെ അതെ. മീൻ കുറവാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. രാത്രി ചിലപ്പോൾ മീൻ വരുമായിരിക്കും. എന്നാ പറയണ്ടേ, നേരത്തെ വിളിച്ചു പറഞ്ഞായിരുന്നു രാവിലെ അച്ഛൻ നല്ല മീൻ മേടിച്ചു വെച്ചാൽ നമ്മളത് പിന്നെ ഓർത്തില്ലല്ലോ. ഇതല്ലേ ഇവിടെ അല്ല ഈ കുട്ടകം ഇരിക്കുന്നത്. അത് തന്നെ കഴുകാനാണോ നിർത്തില്ല? ഇതിനകത്ത് കുറെ മീൻ വെള്ളവും മീനും ഒക്കെ ആയിട്ട് കിടക്കുന്നു. ഏതാ ആണ്ടതെ അവിടെ എന്നാ ഉണ്ടായിരുന്നു നോക്കാം. ഓ ഇതന്നെ മത്തിയാണോ? മത്തിയല്ല, വേറെ മീനാ. ചെറിയ മീനല്ലേ? അയ്യോ ഇവിടെ ചെമ്മീനുണ്ടായിരുന്നു. അതെ, ഇത് കുറച്ച് ചെമ്മീനുണ്ട്. ഞണ്ടുണ്ട്, നല്ല ഫ്രഷ് ഞണ്ട്, കടൽ ഞണ്ട്. ഇതേ കുഞ്ഞു ഞണ്ടാ. അല്ലെങ്കിലും ഞണ്ട് വേണ്ട, എനിക്കിഷ്ടമില്ല. ജീവനൊന്നുമില്ല. ഞണ്ട് സ്വാമിയെ നോക്കുന്നുണ്ട് ഞണ്ട്, കണ്ടോ? മീൻ പിടിക്കാൻ പോകുന്ന എത്ര ബോട്ടുകളാണ് കിടക്കുന്നത് നോക്കി. ഒത്തിരി ബോട്ടുകളുണ്ട്, ചെറിയ ബോട്ടുകളല്ല. ഇത് ചെറുതാ. എല്ലാം ചെറുതാ, ചെറിയ ബോട്ടുകളാ. മീനെ ഉണങ്ങാൻ ഇട്ടേക്കുന്നുണ്ടോ? ഇതെന്താ മീനാ? കുഞ്ഞു മീനാന്ന് തോന്നുന്നു. പൊടിമീനാ, കുഞ്ഞു മീനാ കണ്ടോ. ഇതിങ്ങനെ ഇട്ടാ ഉണങ്ങുന്നേ. ഉണക്കമീൻ നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കുമ്പോൾ? അതെ, ഭയങ്കര ടേസ്റ്റാ. ഇങ്ങനെ ഉണങ്ങുന്നോണ്ടായിരിക്കും. പിന്നെ പോയേക്കാം. മീൻ മേടിച്ചല്ലോ നമ്മള്. മീൻ മേടിച്ചില്ലേ? അതേ ഉള്ളു ഇന്ന്. കുറച്ച് അയലയുണ്ട്, ആ അയലയിൽ തൃപ്തിപ്പെടാം. തിരമാല ഉണ്ടോ? ഓക്കെ, തിരമാലയുടെ സൗണ്ടും നല്ല കാറ്റും. ഇവിടെ ഇറങ്ങത്തില്ല, ഇവിടെ ഒരു ചെളിവെള്ളം പോലെ അല്ലേ? ഇവിടെ ഇറങ്ങുന്ന മറ്റേ ഗോപാൽപൂർ ബീച്ചില്ലേ, നമ്മൾ ഇന്നാളെ ബീച്ചിൽ ഇറങ്ങുന്നത്. ഇവിടെ കുളിക്കാനൊന്നും കൊള്ളത്തില്ല. ഇല്ല. വെള്ളത്തിന് തൊടത്തില്ലെന്ന്. വെള്ളത്തിന് ചൂടാ. കാലൊന്നും മുക്കത്തില്ല, അങ്ങ് പോവും. ആരെല്ലാം കാല് മുക്കുന്നുണ്ടോന്ന് നോക്കി. ഇല്ലല്ലോ, ഭയങ്കര തിരമാലയാ കണ്ടോ. ഇല്ല, അവരെല്ലാം കാണുന്നതല്ലേ ഉള്ളു അവിടെ ഇരുന്ന് കല്ലേലിരുന്ന. അയ്യോ, അവിടെ കാല് മുക്കാൻ പറ്റത്തില്ല. ആരും കാല് മുക്കാൻ ഇറങ്ങുന്നില്ല കണ്ടോ. ഇല്ല, ആ ചേച്ചി സൈഡിൽ കൂടെ പോകുന്നതേ ഉള്ളൂ. ചെരുപ്പ് ആ കല്ലേ കൂടെ നടക്കാൻ പാടായിട്ട്. കല്ലല്ല, മണലിൽ കൂടെ നടക്കാൻ പാടായിട്ടാ ചെരുപ്പ് ഊരി പിടിച്ചേക്കുന്നത്. ആ മണ്ണ്, ചെരുപ്പിനകത്തല്ല മണ്ണ് കയറും, അതാ. ഗോപാൽപൂർ പോർട്സ് ലിമിറ്റഡ്. അതെ, 2 ഗോമാരും കൂടെ കഴുകുന്നേ ഉള്ളൂ, തീർന്നില്ലേ? ഇവിടെ അവിടുന്ന് മേടിച്ച ചെമ്മീൻ അവര് ക്ലീൻ ചെയ്ത് തന്നെന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്തൊരു കറുത്ത ഞരമ്പുണ്ട്. അതുകൂടെ എടുത്ത് കളയണമായിരുന്നു, അത് കളഞ്ഞിട്ടില്ല. അതൊരു പണിയാണല്ലോ. അതൊരു പണിയാണ്. ഇത് ഇപ്പൊ സമയം പോവുമല്ലോ. ഇനി അയല കറി വെക്കണ്ടേ? അയല ഇവിടെ ഇരിപ്പുണ്ട്, അപ്പൊ അതെടുത്ത് കറി വെക്കാം. ഇത് കറുത്ത ഒരു ഞരമ്പ്. അപ്പം ഇതാണ് ഇവിടെ ഇരുന്ന അയല, ചെറിയ അയലയാണ്. പക്ഷേ ഉണ്ടല്ലോ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടാണ്. അപ്പം അല്ലെങ്കിൽ നല്ല മുഴുത്ത അയല കിട്ടിയേനെ. നമുക്ക് കുറച്ചെടുത്ത് കറി വയ്ക്കാം. ചെറിയ അയലയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരൈറ്റം സാധനവും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ചക്ക. അപ്പം അച്ഛമ്മ ഇരുന്ന് ചക്ക പെറുക്കുക. ഇവിടുത്തെ പ്ലാവേന്ന് ഇപ്പം പറിച്ച് ചക്ക ചെയ്ത് ഇന്നേ ചോറൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് ചക്ക വേവിക്കുന്നില്ല. ചക്കയൊക്കെ ഞങ്ങൾ നാളത്തേന് മാറ്റി വെച്ചു. ചക്കയും ചെമ്മീനും ഒക്കെ നാളെ. അപ്പോൾ നമ്മൾ അയലയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അയലക്കറി വെക്കാം. ഇന്നും നമ്മൾ മുളക് ഇട്ടില്ലേ വെക്കുന്നത്. ഇന്ന് നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇന്ന് ഒറീസ അയല കൊണ്ടുള്ളൊരു മീൻ കറിയാണ്. അതെ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക്, ഉലുവ, ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ചുവന്നുള്ളിയൊക്കെ കൊണ്ടുവന്ന് തീർന്നു. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് ചേർക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടിയെ ചേർക്കുന്നു. കുറച്ച് മല്ലിപ്പൊടി ഒരു 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
പൊടിയൊക്കെ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടംപുളി ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടംപുളി ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചത്. പുളിവെള്ളം, ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം, അത്രയും മീനില്ല അതുകൊണ്ട്. ചൂടുവെള്ളം. അരപ്പൊക്കെ നല്ലപോലെ വെട്ടി തിളച്ചു. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ അതെ മീനൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. മീൻകറിയായോ? മീൻകറി ഇതേ ആയിക്കൊണ്ടിരിക്കുന്നു, തിളച്ചുകൊണ്ടിരിക്കുന്നു. പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. കറുവാപ്പട്ടയോ? ഇതെവിടെ സംഘടിപ്പിച്ചമ്മേ? അവിടെ ചക്ക പറിക്കാൻ പോയിട്ട് വന്നപ്പോ അവിടെ കരിയാപ്പ് നിൽക്കുന്നു. അമ്മയാ കണ്ടുപിടിച്ചത്. ആ ഇനിയിപ്പോ ഇത്രയും കറിവേപ്പിലൊന്നും വേണ്ടായിരുന്നു. കരിയാപ്പില അല്ല, കറിവേപ്പില. നല്ല കറിവേപ്പില. അപ്പൊ മീൻകറിക്കകത്ത് തന്നെയാണ്. നമുക്കേ മീൻകറിക്കകത്തോട്ട് ഇട്ടേക്കാം. അല്ല, ഇത് ഒറിജിനൽ കരിയാപ്പില. കറിവേപ്പില. ഇവിടെ നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി. അല്ല, അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു. ഞാൻ തീ ഓഫ് ചെയ്യാം. മീൻകറി വെക്കാനോ? തൽക്കാലം സ്റ്റീൽ ചട്ടിയിൽ കഴിക്കാം. അതെ, ഞാൻ പ്ലേറ്റ് കഴിച്ചോളാം. അല്ല ചട്ടിക്കകത്ത് തരാന്ന് ഓർത്തോണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ അതെ അയലക്കറി റെഡി. ചോറിൻ്റെക്കാം. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു. അയലക്കറിയും ചോറും പിന്നെ ഉച്ചക്കത്തെ പയറിയാർ ഇരിപ്പുണ്ട്, പാവയ്ക്കാത്തോരനും ഇരിപ്പുണ്ട്. ഒത്തിരി ദിവസം കൂടി മീൻ കഴിക്കാം. എല്ലാവർക്കും മീനിന്റെ ആൾക്കാരാണ് എല്ലാവരും. എന്നാ മീനാന്ന് പറഞ്ഞാൽ 2-3 ദിവസം അടുപ്പിച്ച് കൂടുമ്പോ അതിന്റെ ആ ഒരു ഇതങ്ങ് കുറയും. ആ ചിക്കൻ കഴിച്ച് മടുത്തില്ലേ താമി? അതെ, എന്നും നമ്മൾ ചിക്കനല്ലേ കഴിക്കുന്നേ. അയലക്കറിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട് മീൻകറി? കൊള്ളോ? ആ എല്ലാരും കുളിച്ച് ഫ്രഷായി, പിന്നെ വണ്ടിയും ഫ്രഷായി. ഇപ്പൊ ഫുഡും കഴിച്ചു, കുളിച്ചു, കറി വെച്ചു, കഴിച്ചു. അതെ, ഇനിയിപ്പോ നേരെ വിട്ടേക്കാം. ഇന്ന് നൈറ്റ് ഡ്രൈവ് ആണേ. ഇന്ന് കണ്ടിന്യൂസ് ഓടുകയാണ്. ഞാനും കൂട്ടിരിക്കുന്നുണ്ട്. ഉണ്ടോ? ആയിരുന്നു. എന്നാ മുത്തി ഇത് ഓടിക്കട്ടെ, നമുക്ക് കുറച്ചു നേരം എന്നാ ലോറി ഓടിക്കാം. ആകാശ് പ്രോ കുറച്ചു നേരം ഉറങ്ങട്ടെ. ആകാശിനെ ഉറക്കാം. രാജേഷ് പ്രോയെ ഉറക്കാൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പം നൈറ്റ് ഡ്രൈവേഴ്സ് ഒക്കെ അതെ കുറച്ച് ഉറങ്ങട്ടെ. വേഗം കഴിയപ്പം വണ്ടിക്കൊരു കളറായി എന്നാണത്. ആകാശ് വണ്ടിയൊക്കെ കയറിയ ഉറങ്ങിപ്പോയോ? ഉറങ്ങിയില്ല, അവൻ പറഞ്ഞേ കയറിയപ്പോഴും എന്നോട് പറഞ്ഞു ഒരു ചായക്കടയുടെ അവിടെ ഒന്ന് നിർത്തണോന്ന്. ഇപ്പോഴോ? ആ ഉറങ്ങാൻ വേണ്ടിട്ടോ? അതെന്തിനാടാ? പിന്നെ അങ്ങനെയാണോ? ഞാനോർത്ത് ചായക്കടയുടെ അടുത്ത് നിർത്തണോന്ന് എന്നോട് പറഞ്ഞു. ഞാനോർത്ത് ഇപ്പൊ തന്നെ നിർത്തണോന്ന്. കുഞ്ഞിക്കിളി, നമുക്ക് എന്ത് നൈറ്റ് ഡ്രൈവ് അങ്ങ് ആസ്വദിച്ചാലോ? ഉറക്കം വരുവോ? ഇന്നലെ കുറെ നേരം ഉറക്കളച്ചല്ലോ, ഒത്തിരി രാത്രിയായിട്ടല്ലേ കിടന്നത്. ആ 12 മണി കഴിഞ്ഞാ പിന്നെ ഇന്നല്ലേ അല്ലേ? ഇന്നലെ എപ്പോഴാ കിടന്നത്? 2 മണിക്കോ? ഡീസൽ അടിക്കണ്ടേ ഇനി? ഡീസൽ ഇത് നമ്മളാ നിർത്തിയെടുത്ത ഒരു പമ്പ് ഉണ്ടായിരുന്നു, അവിടെ ചോദിച്ചപ്പോ അവിടെ ഇല്ല. അവിടെ ഇല്ലേ? നമുക്കേ ഇവിടെ ഡീസൽ ഉണ്ടോ എന്ന് നോക്കാം. ഇത് HP ആ. ഇന്ത്യൻ ഓയിൽ 2 പമ്പിലും കുറച്ചേ കിട്ടിയുള്ളൂ. ഇവിടെ ഉണ്ടോ നോക്കാം. BPCയിലോടത്ത് കയറിയപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങോട്ട് അപ്പുറം നിർത്തി ഇല്ലേ? ഇല്ലെന്നല്ലേ ചെറുക്കൻ പറഞ്ഞില്ലേ? ഇല്ലെന്നാ പറഞ്ഞേ. അതിലാ കയറിപ്പോ അവിടെ ചോദിക്കാൻ വേണേ, അവിടെ കയറി അങ്ങ് പോട്ടെ. ഡീസൽ ഇല്ല.
അയ്യോ നമ്മളെങ്ങനെ പോവും? അതെ അതെ. അതുകൊണ്ടേ ആ മൈലേജ് പിടിച്ച് ഓടിച്ചോ, ഓരോ തുള്ളിയും വിലപ്പെട്ടതാ. കുഞ്ഞിക്കിളി പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ച് ഓടുന്ന സംവിധാനം എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് ഡീസലിന്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. അങ്ങനെയൊന്നും ഓടാൻ പറ്റത്തില്ല. ഡീസൽ തന്നെയല്ലേ അപ്പൊ അത്? ഡീസലാ. പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കത്തില്ല. പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ അല്ല ഡീസലിന്റെ അകത്ത് വെള്ളം ഒഴിച്ചാല് പിന്നെ ഒട്ടും ഓടുകയല്ല. അതറിയോ? ഉള്ള ഡീസലിനകത്ത് വെള്ളം ഒഴിച്ചാൽ ഡീസൽ ഫിൽറ്റർ ചെയ്യുന്ന എഞ്ചിനകത്ത് കയറുമ്പം കത്തത്തില്ല വെള്ളം. എഞ്ചിൻ ഫയറിലേക്ക് ഡീസൽ ചെല്ലുമ്പം ഫയർ ചെയ്ത് കത്തണ്ടേ, ഡീസൽ കത്തുന്ന പോലെ കത്തണ്ടേ, വെള്ളം കത്തിയല്ല. ഈ ട്രിപ്പിലെ കുഞ്ഞിക്കിളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? മേഘാലയം, ഗാങ്ടോക്കും. പിന്നെ മറ്റേ നേപ്പാളിലെ സ്ഥലം ഇഷ്ടപ്പെട്ടില്ലേ? ഭൂട്ടാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നേപ്പാളോ? നേപ്പാളും കുഴപ്പമില്ലായിരുന്നു. അവിടെ ഒരു പമ്പിലുണ്ട്, ഇവിടെ കട്ടിങ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ ഡീസൽ അടിക്കുന്നുണ്ട് വണ്ടിക്ക്. ജിയോയുടെ പമ്പാ. ഇവിടെ കട്ടിങ് ഒന്നും ഇല്ല. അപ്പുറം ഉണ്ടോന്ന് നോക്കിയാൽ ഉണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞു വരാം. ആ പമ്പിലും ഡീസലുണ്ട് കേട്ടോ. ഈ സൈഡിലത്തെ പമ്പിലാണല്ലോ ഇല്ലാത്ത. ആ സൈഡിൽ അവിടെ ഡീസലുണ്ട്, പക്ഷെ വണ്ടികൾ ക്യൂ ഉണ്ട്. അതേപോലെ അമ്മയും മുത്തുവാ. ഇവിടുന്ന് അടിച്ചില്ലേ, ആന്ധ്രയിൽ കയറുമ്പോൾ വില കൂടുതലല്ലേ? ആന്ധ്രയിൽ വില കൂടുതലാ, അതുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് അടിക്കുന്നതുകൊണ്ടായിരിക്കും ഇവിടെ ഷോർട്ടായെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. ഉറക്കമൊന്നും വരുന്നില്ല. ഇന്നലെ നല്ല ഉറക്കം ഉറങ്ങി. നല്ല ഉറക്കം ഉറങ്ങി. നേരത്തെ കിടന്നുറങ്ങി. നേരത്തെ കിടന്നുറങ്ങി ഞാൻ. രാത്രി വെളുപ്പിനെ ഓടിക്കേണ്ട വന്നാലോ എന്ന് ഓർത്ത് നേരത്തെ കിടന്നാ, പക്ഷെ ഓടിക്കേണ്ട വന്നില്ല. അവരെ നിലവിടെ നിർത്തി ഉറങ്ങി. ആ വിശാഖപട്ടണം 261, ബരംപൂർ 3. ഒരു കിളിയെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞിരുന്നോളും. കിളി എപ്പോ കിടന്ന് ഉറങ്ങുമെന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. ചിലപ്പോ ഇരുന്ന് ഉറങ്ങും. കിളിയേ എപ്പോഴാ ഉറക്കം തൂങ്ങി വീഴുന്നാന്ന് അറിയത്തില്ല. അതാ ചിലപ്പോ അവിടെ ഇരുന്ന് ഇരുന്നിരിപ്പ് ചിലപ്പോ ഇങ്ങനെ ഉറക്കം തൂങ്ങി. സീറ്റ് ബെൽറ്റ് ഇട്ടേക്കുന്നോണ്ടേ അവിടെ തന്നെ ഇരുന്നോളും, വീഴത്തൊന്നുമില്ല. അപ്പോഴേ കിളി ഇവിടെ ഇരിപ്പുണ്ട്. ഞാനെന്നാ അടുത്ത മറ്റേ വണ്ടിയിലേക്ക് പോവാ കേട്ടോ. എപ്പ കൂട്ടി കയറിയാലും കിളി കൂട്ടി കയറാൻ റെഡി ആയിട്ടായിരിക്കുന്നത്. കിളി എന്നാലും വർത്താനമൊക്കെ പറഞ്ഞോണ്ടിരുന്നാ മതി. കിളിക്ക് ചെമ്മീനിലെ മധുവിന്റെ ഒക്കെ പാട്ട് വേണോന്ന് പറഞ്ഞു. അത് വെച്ചു കൊടുക്ക്. ഞാൻ വന്ന് ചെമ്മീൻ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, നാളെ വരാം. അത് ശരിയാ, ചെമ്മീൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. OSRTCയുടെ വോൾവോ. ഡീസൽ ഇല്ല കേട്ടോ ഈ പമ്പിലും. ഇപ്പൊ മുത്ത് കയറിയിട്ടത് ഇറങ്ങിപ്പോയി. ഇവിടെ ഇല്ല. അടുത്തൊരു പമ്പ് കൂടെ ഉണ്ട്. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു വണ്ടി, 2 വണ്ടി ഡീസൽ അടിക്കുന്നുണ്ട്. അപ്പം ഇവിടെ കയറാം. അവിടെ ഇല്ലാത്ത ലക്ഷണമാണ് ഇതല്ലേ, ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പം അവിടെ ഇല്ല. അപ്പോൾ ഒഡീഷയിലെ പമ്പ് തീർന്നു കേട്ടോ. ഇത് അല്ലല്ല, അങ്ങോട്ട് ഇനിയുണ്ട്. ഇനിയുണ്ടോ? ഇനി റൈറ്റ് സൈഡിലേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഈ പമ്പിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, വണ്ടിയൊക്കെ കയറുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, അവിടെ കട്ടിങ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വന്ന് നോക്കിയാലോ, തിരിച്ചു വന്നാലോ. തിരക്കുണ്ട്. ഇവിടെ നിന്നൊക്കെ വണ്ടി തിരിച്ചു വരുന്നുണ്ട് ന്യൂട്ടനടുത്ത്. നമുക്കെന്നാ പോയി നോക്കാം, ഉള്ളത് അടിക്കാം. ഇവിടെ എല്ലാ വണ്ടികളിലും കൂടെ വന്ന് ഇവിടെ ക്യൂവാ. ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ നിർത്താം, പോയി ചോദിച്ചിട്ട് ചോദിക്കാം. അങ്ങോട്ട് അല്ല എല്ലി പിടിച്ചോ, ചോദിക്കാം. ഇപ്പം ഡീസൽ അടിക്കാൻ വേണ്ടി നമ്മൾ ക്യൂവിലാണ്. ഡീസൽ ഉണ്ടെന്ന് തോന്നുന്നു, വണ്ടികളൊക്കെ ഡീസൽ അടിക്കുന്നുണ്ട്. ഇവിടെ കുറേ വണ്ടികൾ ഡീസൽ അടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒറ്റ നോസിലേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. അപ്പോൾ ഇവിടെ പിന്നെ 50 100 ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഡീസൽ കിട്ടിയില്ല. നമ്മൾ വരുന്നതിന് മുമ്പ് ഒരു വണ്ടിക്ക് അടിച്ചതുകൊണ്ട് ഡീസൽ തീർന്നു. ആ വണ്ടിയായിരുന്നു ലാസ്റ്റ് വണ്ടി. വേറെ വണ്ടിക്കൊന്നും ഡീസൽ കിട്ടിയില്ല, അതുകൊണ്ട് എല്ലാവരും പോവാം. അപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങ് പോകാൻ പതുക്കെ. മുന്നിലുള്ള ഒരു 3-4 പമ്പിൽ കയറി. എല്ലാം അടച്ചിട്ടേക്കാന്ന്, ഡീസൽ ഇല്ലെന്ന് പറഞ്ഞു. അയ്യോ, ഇനി എന്നാ ചെയ്യും? ഒഡീഷ കഴിയുമ്പം ആന്ധ്രയിൽ കാണുമെന്ന് അറിയത്തില്ല. ഈ വണ്ടികളൊക്കെ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വന്നേ? ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ ഇല്ലല്ലോ. ഇല്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ലോ, അങ്ങോട്ട് എന്നാലേ അറിയത്തുള്ളൂ. അതെ, നമ്മൾ ഒഡീഷ തീർന്നു, ഉടനെ ആന്ധ്രയിലേക്ക് കയറും. ആന്ധ്രയിലൂടെ ഇനി 1000 കിലോമീറ്റർ. അതെ, 1000-ന് മുകളിൽ. അതെ,
അപ്പോൾ ഇതേ നമ്മൾ ആന്ധ്രയിൽ കയറി. കുഞ്ഞിക്കിളി ഉറങ്ങുന്നില്ലെന്നും പറഞ്ഞ് വന്നിട്ട് ഇതേ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പണ്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ആന്ധ്രയുടെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. ഇപ്പം നിർത്തി, അതുകൊണ്ട് ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല, നേരെ അങ്ങ് പോയാൽ മതി. ഈ റൈറ്റ് സൈഡ് 2 പമ്പുണ്ട്, അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ആ പമ്പിൽ റൈറ്റ് സൈഡിലെ പമ്പിൽ ഞാൻ നടന്നു പോയി ചോദിച്ചു, അവിടെ ഒന്നുമില്ല, സ്റ്റോക്കില്ല. ഇവിടെ ഇല്ല. ഒരിടത്ത് കണ്ടില്ലല്ലേ, അടുത്തടുത്ത് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് പോവല്ലേ. കണ്ടില്ല, ഇവിടെ ഒന്നുമില്ല, അവിടെ എല്ലാം അടച്ചു വെക്കുക. ഇത്രയും നാളും യുദ്ധമൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് ഒരിടത്തും പോയിട്ട് ഷോർട്ടേജ് സംഭവിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ. അതെ അതെ, ഡീസൽ കിട്ടാതെ ഒരിടത്തും വന്നിട്ടില്ലായിരുന്നു. എത്ര നാളായല്ലേ ഈ യുദ്ധം തുടങ്ങിയിട്ട്. ആ അതെ. അപ്പൊ ഇന്ന് മാത്രമാണ് ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയപ്പോഴും എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു വേറെ എവിടെ ഈ ഡൽഹി സൈഡൊക്കെ 50 ലിറ്റർ വെച്ചാൽ കിട്ടുന്നുള്ളെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം ഒന്നും നമുക്കൊരു വിഷയമില്ലായിരുന്നു. ഇത്രയും ദിവസം ഇല്ലായിരുന്നു, ഇന്നലെ വരെ. അതെ, കഴിഞ്ഞ ദിവസം നേപ്പാളിൽ പോയപ്പോ അവിടുത്തെ വില കേട്ടായിരുന്നോ? അയ്യോ അതെ അതെ, 224 രൂപ 50 പൈസ ഡീസലിന്. പെട്രോളിന് 116 രൂപ. പെട്രോളിന് ഡീസലിനെക്കാട്ടി അവിടെ വില കുറവാ. എങ്ങനെ അടിക്കുമല്ലേ വില കൊടുത്ത്. അവിടുത്തെ പൈസ കേട്ടോ 224 എന്ന് പറയുമ്പോ നമ്മുടെ നല്ല റേറ്റ് ആയി. ഇന്ത്യൻ മണി ഒരു 160 രൂപയ്ക്ക് മുകളിൽ വരും. അല്ല 160 ഇല്ല, 140 മറ്റോ. ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മളൊരു 10 പമ്പിലെങ്കിലും കയറിയിട്ടുണ്ട്. രണ്ടിടത്തുനിന്നേ ഡീസൽ കിട്ടിയുള്ളൂ. ഇപ്പൊ മുത്തിനെ മുന്നേ വിട്ടിട്ടുണ്ട് ഡീസൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. ഏതോ ഒരു പമ്പിലുണ്ടെന്ന് പറഞ്ഞ് മുത്തിപ്പം വിളിച്ചു, അവിടെ അടിക്കുന്നുണ്ട്. ആ, അത് ഒഡീഷ കഴിഞ്ഞല്ലോ, അത് ആന്ധ്രയിലെ പമ്പായിരിക്കും. ആന്ധ്രയിൽ നല്ല വില കൂടുതലാ. എന്നാണല്ലോ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോവാം. അതെ, വിലയാണെന്ന് പറഞ്ഞിട്ടേ കാര്യമില്ലോ, അടിക്കാതെ വണ്ടി ഓടിത്തില്ലല്ലോ. ഇല്ല, വഴി കിടക്കേണ്ടി വരും. എന്നാന്നറിയോ, ഒഡീഷ വിലക്കുറവായതുകൊണ്ട് എല്ലാവരും ഒഡീഷയിൽ നിന്ന് അടിക്കാൻ വേണ്ടി ആന്ധ്രയിൽ കയറാതെ ഇങ്ങ് വരും. അപ്പൊ ആന്ധ്രയില് സ്റ്റോക്കൊക്കെ ഉള്ള വലിയ സെയിൽ ഇല്ലല്ലോ പൊതുവെ. അപ്പം സ്റ്റോക്കുള്ള ഡീസൽ കാണും. അപ്പൊ ആ മുത്ത് കയറിയെടുത്ത് ആരും ഇല്ലെന്ന് പറഞ്ഞു, തിരക്കും ഒന്നും ഇല്ലെന്ന്. ആ, അവിടെ ആരും ഇല്ലെന്നൊക്കെ മുത്ത് പറഞ്ഞില്ലേ, അവിടേക്ക് ഇപ്പൊ ക്യൂ ആയെന്ന്. നമ്മളെവിടാന്ന് ചോദിച്ചു. നമ്മളിഞ്ഞ 2 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് ചെല്ലണേ. ഈ വണ്ടികളെല്ലാം അങ്ങോട്ടായിരിക്കും. അതെന്നാന്നറിയോ, അവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴായിരിക്കും ഷോർട്ടേജ് ഉണ്ടായത്. അപ്പൊ അവിടുന്ന് ഡീസൽ അടിക്കാത്ത വണ്ടികളെല്ലാം ഇനിയിപ്പോ മുന്നോട്ടുള്ള പമ്പ് നോക്കുമല്ലോ. അതാ പൊതുവെ ഇന്ന് ഹൈവേയിലോട്ട് വണ്ടികൾ കുറവാ. ലോറിക്കാർക്ക് ശരിക്കും ഡീസൽ കിട്ടിയില്ലല്ലോ, ഒതുക്കിട്ട് കിടക്കും. ഈ ബസ്സുകാരെന്ത് ചെയ്യും? നൈറ്റ് സർവീസ് ബസ്സുകാരൊക്കെ തന്നെ ചെയ്യും അല്ലേ. ടോളില് അതിലെ എന്നപ്പം അതിലേ പോകത്തില്ല. അവിടെ എന്താ പ്രശ്നം? തിരിച്ചടുത്ത ലൈൻ, ഈ ലൈൻ ഇപ്പം അടച്ചു വെച്ചേക്കായിരുന്നു, ഇപ്പം അത് തുറന്നേക്കായിരുന്നു. പെട്ടെന്ന് ചെന്ന് ഡീസൽ അടിക്കാമെന്നും കൊണ്ടാ വണ്ടി ഒത്തിരി കയറി പോയി. അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ ഡീസലും തീരുമായിരിക്കും. ആ, ഈ പമ്പിൽ നിന്ന് മൊത്തം അടിച്ചേ. അത് 2-3 വണ്ടിയേ ഉള്ളൂ. നമുക്ക് കയറി നോക്കാം. ഇവിടുന്ന് അടിച്ചോണ്ടൊക്കെ പോയേക്കാം. ഇവിടെ എന്നാ പ്രശ്നമെന്ന് വെച്ചാൽ ഒരാളേ ഉള്ളൂ ഡീസൽ അടിക്കാൻ. ഇവിടെ ഈ ആന്ധ്രയിലായതുകൊണ്ട് വലിയ കച്ചവടം ഇല്ലല്ലോ. അതുകൊണ്ട് വില കൂടുതലായതുകൊണ്ട് എല്ലാവരും ഒഡീഷയിൽ നിന്ന് ഫുള്ളാക്കിക്കൊണ്ട് വരുവുള്ളൂ. അങ്ങോട്ട് പോകുന്നവരും അങ്ങനെ തന്നെ. വലിയ തിരക്കില്ല, 2 വണ്ടിയേ ഉള്ളൂ. ഡീസൽ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, കണ്ടില്ലേ, ഇവിടെ ഒന്നും അധികം വണ്ടി കയറാതെ ഇത് ഇവിടെ എല്ലാം കാടൂടെ പിടിച്ച് കിടക്കുക. വണ്ടി ഡീസൽ അടിച്ച് മാറി. ചെറിയൊരു ലോഡ് 2 വണ്ടിയേ ഉള്ളായിരുന്നു ആക്കിയാൽ ഇവിടെ ഡീസൽ അടിക്കാൻ. അത് 2 അടിച്ച് മാറി. ഇപ്പം അടുത്ത നമ്മുടെ പുറയിലൊരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഡീസലുണ്ട്, ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റും. അങ്ങനെ ഡീസൽ കിട്ടി. ഇവിടെ എത്ര 106 രൂപ 11 പൈസയാ. അപ്പോൾ അങ്ങനെ ഡീസൽ ഫുള്ള് ചെയ്തു. വേറെ വണ്ടികൾ ഇഷ്ടം പോലെ വന്ന് നിൽപ്പുണ്ട് ചുറ്റും. അല്ല, ഈ വണ്ടികളെല്ലാം ഡീസൽ അടിക്കാൻ വന്നേക്കുന്നത്. അപ്പം നമ്മുടെ 3-4 ഫോളോവേഴ്സും ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാ വണ്ടിക്കാരും അടുത്ത ലൈൻ പിടിക്കാൻ വേണ്ടി ധൃതി വെച്ച് നിൽക്കുക. ഒരാളേ ഉള്ളൂ ഇവിടെ ഡീസൽ അടിക്കാനേ. കാറുകാരും ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പം. കാറുകാർ വരുന്നുണ്ട്. അല്ല, ഞാൻ ഇറക്കുന്നേ അവിടെ വന്നപ്പോൾ ആ പുള്ളി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒരു കാറുകാരനോട് പറഞ്ഞേ താമസിക്കും, ഇത് ഫുൾ ടാങ്ക് അടിക്കാനാന്ന് പറഞ്ഞു. നമ്മളെ 220 എങ്ങാണ്ട് അടിച്ച ഫുള്ളായി. അതൊന്നും കുഴപ്പമില്ല. അന്നേരം പുള്ളി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്തോളാം. താമസിച്ചു കഴിഞ്ഞാലേ അന്നേരം അടുത്ത് പമ്പിലേക്ക് വിടുക. അതെ, ഇതേ മുന്നോട്ട് ചെന്നാലും ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യും? ആന്ധ്രയും ഒഡീഷയായിട്ട് 5 രൂപയുടെ വ്യത്യാസമുണ്ട്. അവിടെ 101 രൂപയ്ക്കാണ് നമ്മൾ ഡീസൽ അടിച്ചത്. ഇവിടെ 116 രൂപയാണ്. അല്ല 106 രൂപ 11 പൈസ. മറ്റേ 101 രൂപയായിരുന്നു. ഒഡീഷയിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒരു 1100 രൂപ ലാഭം കിട്ടിയാനെ. 1150 രൂപ. വിശാഖപട്ടണം 243 കിലോമീറ്റർ. കിളിയൊക്കെ ഇപ്പൊ പണ്ടേ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മെയിൻ ഡ്രൈവർ തന്നെ ഉള്ളൂ. കിളിയൊന്നും ഇല്ല സൈഡില്. കിളിയൊക്കെ നേരത്തെ പോയി കിടന്ന് ഉറങ്ങി.
മൊത്തം പാട്ടൊക്കെ വെച്ചിരിക്കുമായിരിക്കും മിക്കാറും. കാര്യം ചെയ്യ്, ഏതേലും എവിടെയെങ്കിലും കട കാണുന്നിടത്ത് നിർത്ത്, ആകാശിനെ വിളിക്കാം. വണ്ടിയെ കഴുകി കഴിഞ്ഞപ്പോ കണ്ടോ നല്ല കളറായി. അതെ, എനിക്കും ചെറുതായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. കുഞ്ഞിക്കളി ഇന്ന് കൂട്ടിരിക്കാൻ വന്നാ. അതെ അതെ, ഉറങ്ങിപ്പോയി, ഇന്നലത്തെ ഉറക്കക്ഷീണോ. എന്ത് വണ്ടിക്കാരാ നിർത്തിയിട്ട് ഉറങ്ങുന്നതെന്ന് നോക്കിയാൽ. അപ്പോൾ അതെ, ഷിഫ്റ്റ് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് നിർത്തിയ ആകാശിനെയൊക്കെ വിളിച്ചേൽപ്പിച്ചു. കോ ഡ്രൈവറെ ചായക്കടയുടെ അടുത്ത് നിർത്തണമെന്ന് പറഞ്ഞു. ചായക്കടയൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഒരു കടുങ്കാപ്പി വെച്ച് കൊടുക്കാൻ. അതെ, വേണ്ടേ? കടുങ്കാപ്പി വിളിച്ചു. വഴിയിലങ്ങ് കടയൊന്നുമില്ല, വണ്ടികളും വളരെ കുറവാണ്. ആ, ഡീസൽ ക്ഷാമം കൊണ്ടാണോന്ന് അറിയത്തില്ല. ഞങ്ങൾ എത്ര പമ്പിൽ കയറിയിട്ടേ കുറച്ച് ഡീസൽ കിട്ടിയെന്നറിയോ? 10 പമ്പിലേലും കയറി. അതുകൊണ്ട് ഡീസൽ ഓടിച്ച് തീർക്കല്ലോ കേട്ടോ. അതെ, ഡീസൽ തീരാ ഉറക്കണം. അത് നിന്നെ ഇവനെ ഉറക്കണ്ടായിരുന്നു, ഇവനെ ഏൽപ്പിച്ചിരുത്താണ് ഇവൻ കുറച്ച് തള്ളി നീക്കാൻ. അല്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടെ തള്ളാം. തള്ളാം. കടുങ്കാപ്പി അധികം തണുപ്പിക്കണ്ട, ചൂടോടുകൂടി ഞാൻ കൊടുത്തു. ഉറക്കം നല്ല പോട്ടെ, ചൂടാ. ഉറക്കം പോട്ടെ. നാക്ക് കൊള്ളുവാണെങ്കിൽ അല്ലേ? കടുങ്കാപ്പിയുടെ സ്പെഷ്യലിസ്റ്റാ. കറക്റ്റാ. ആരാ? ഞാൻ പഠിച്ചത്. ഏഹ്, ഞാൻ കണ്ണടച്ച് ആ വണ്ടിയുടെ പാത്രവും വണ്ടിയുടെ അളവാണെങ്കിൽ ഞാൻ കറക്റ്റ് കാണാൻ കഴിക്കും. ആ, കുഞ്ഞുമേൻ ഡ്രൈവർക്ക് കൂടെ ഇച്ചിരി കടുങ്കാപ്പി കൊടുത്തേക്കാം. ആ, കുഞ്ഞു മനസ്സിൻ അതേണ്ട അച്ഛ കടുങ്കാപ്പിയൊക്കെ കുടിച്ചിട്ട് ആകാശിന്റെ കൂടെ 66ലേക്ക് പോയി, ഉറങ്ങാൻ പോയി. നിങ്ങളും പോയി കിടന്ന് ഉറങ്ങിക്കോ. തനിക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ഒരാളാണെങ്കിൽ 66 കിടന്ന് നല്ലൊരു ഉറക്കവും കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആര്? കുഞ്ഞിക്കിളിയാ? ആ, ഉറക്കമായിരുന്നോ? ആ അതേ കിടന്ന് ഉറക്കമായിരുന്നു. കൂട്ടിരിക്കാൻ വന്നാ, പക്ഷെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ ഉറങ്ങിപ്പോയി. കുഞ്ഞിക്കിളിക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല ഇല്ലേ? എന്നാ ചേച്ചയ്ക്ക് കൂട്ടിരുന്ന അവിടെ. ഇല്ല, ഞാൻ കുറച്ചായിട്ട് കിടന്നുറങ്ങും. ഉറങ്ങോ? ആ, എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി, ഞാൻ ഉറങ്ങാൻ പോവാ. മുത്തിന് ഉറക്കം വരുവാണെങ്കിൽ കൊച്ചുചായ വിളിച്ചേൽപ്പിച്ചു കേട്ടോ. സിക്കിം മേഘാലയ യാത്രയുടെ ബാക്കി കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.